നമസ്കാരം. ഏകദേശം 20-ലധികം വർഷങ്ങൾക്ക് മുൻപ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 +2 പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് പല ഗ്രാമങ്ങളിലും ബസ് സ്റ്റാൻഡുകളൊന്നുമില്ല. ബസ്സുകൾ വന്ന് അതിൻ്റെ ആ ഒരു റൂട്ട് തീരുന്ന സ്ഥലം, അപ്പോൾ അവിടെ ബസ്സുകൾ നിർത്തിയിടും. അവിടുന്ന് ബസ് തിരിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാകും. അപ്പോൾ അവിടെ അവസാനത്തെ സ്റ്റോപ്പിലെ ആളുകൾ ഇറങ്ങുന്നു. അടുത്ത ട്രിപ്പിലേക്ക് പോകുവാനുള്ള ആളുകൾ അതിൽ കയറിയിരിക്കുന്നു. അങ്ങനെ അടുത്ത ട്രിപ്പിൽ പോകുവാനായിട്ട് ഞാൻ ആ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് ആ ബസ് നിർത്തിയിട്ട സ്ഥലത്തിനോട് ചേർന്ന് ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ വീട്ടിലൊരു സംഭാഷണം നടക്കുകയാണ്. സംഭാഷണത്തിലൊരു കുട്ടിയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഒരു ചെറിയ ആൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LP സ്കൂളിൽ എത്തിയിട്ടൊക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അവർ സംസാരിക്കുന്നത്, ഞാനിങ്ങനെ ബസ്സിൽ ഇങ്ങനെ നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷമാണ്, ഗ്രാമപ്രദേശമാണ്. അപ്പം അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണെന്ന് തോന്നുന്നു. ഞാൻ ഈ വ്യക്തികളെ കാണുന്നില്ല. അപ്പോൾ അവരേതാണ് അച്ഛാ പാർട്ടി? അവരാ പാർട്ടിയാണ്. നമ്മളേതാണ് പാർട്ടി? നമ്മൾ ഈ പാർട്ടിയാണ്. ആ പാർട്ടീനേക്കാളും എന്താ ഈ പാർട്ടിക്ക് വ്യത്യാസം? ഈ പാർട്ടിയാണ് ശരിയായിട്ടുള്ള പാർട്ടി. അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ കുട്ടി പതിയെ ഒരു പാർട്ടിക്കാരനായിട്ട് മാറുകയാണ്. അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞ് ഇപ്പോൾ ആ കുട്ടി എന്തായാലും 18 വയസ്സൊക്കെ കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കുട്ടി പ്രോബബ്ലി ഒരു പാർട്ടിക്കാരനായിരിക്കും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ചെറിയ പ്രായത്തിൽ നമ്മൾ വളർന്നു വരുന്നു. 1 വയസ്സ്, 2 വയസ്സ്, നമ്മൾ നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള യാഥാർത്ഥ്യം ബിൽഡ് ചെയ്യുകയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണത്, വ്യക്തിപരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്നാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത്, അഥവാ സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇനി മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ എക്സ്പീരിയൻസസും കൂടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അനുഭവങ്ങളിൽ കൂടെയാണല്ലോ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ സ്കീമ ഡെവലപ്മെൻറ്റിന് ശേഷം നമ്മളൊരു ഫെനമെനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എബൌട്ട് ദ സറൗണ്ടിങ്സ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനുള്ള യാഥാർത്ഥ്യത്തിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ ചുറ്റിന് നമ്മൾ എന്തിനോടാണോ എക്സ്പോസ് ആകുന്നത്, നമുക്ക് എന്തിനോടാണോ എക്സ്പോഷർ കിട്ടുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യാഥാർത്ഥ്യത്തിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സോ ബൈ ബർത്ത് നമ്മളൊരു ഭാഷ പറയുവാനായിട്ട് വിധിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഒരു ദേശത്തെ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പിന്നീട് ഒരു മതത്തിൽ ആക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ചോയ്സ് ആയിരുന്നില്ല, നമ്മളൊരു മതത്തിൽ ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുറച്ചും കൂടി ഗ്രോ അപ്പ് ആകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ പല പാർട്ടികൾ വോട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ കുട്ടി വളർന്നു വരുമ്പോൾ അവന് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട് ടു ചൂസ് ഏതാണ് ശരി. ചിലപ്പോൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, മുത്തശ്ശനായിരിക്കാം, മുത്തശ്ശിയായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, ആരുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ചുറ്റിനുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളിത് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പാർട്ടിയേക്കാൾ അപ്പുറത്തേക്ക് മതത്തിൻ്റെ കാര്യം വരുമ്പം, പ്രസ്ഥാനങ്ങളെക്കാളൊക്കെ അപ്പുറത്തേക്ക് മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയൊക്കെ കാര്യം വരുമ്പോൾ അവിടുത്തെ ചോയ്സ് കുറയുകയാണ്. കാരണം ഹിന്ദുവിൻ്റെ മകൻ ഹിന്ദുവും, ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയായിട്ടും, മുസ്ലിമിൻ്റെ മകൻ മുസ്ലിമായിട്ടും ആ രീതിയിലാണ് വളർന്നു വരാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മതത്തിൻ്റെ ആചാരത്തിനനുസരിച്ച് ഈ വ്യക്തി ആ മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ മാമോദിസ മുങ്ങുന്നു, ഹിന്ദുവിസത്തിലും ഇസ്ലാമിലുമൊക്കെ അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ചടങ്ങുകളിൽ കൂടെ അല്ലെങ്കിൽ ചിട്ടകളിൽ കൂടെ അവൻ ആ മതത്തിൻ്റെ വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മതം എന്ന് പറയുന്നത്, നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനെങ്കിലും ചോദ്യം ചെയ്യാനായിട്ട് പ്രാപ്തമാകുന്നതിന് മുൻപ് തന്നെ നമ്മളിലേക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മതത്തിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് അതങ്ങനെയാണ്. നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തമാകുന്നതിന് മുൻപ് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബം, നമ്മൾ ഇനി സ്കൂളിലേക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ അവിടെയും മതപരമായിട്ടുള്ള വേർതിരിവുകൾ, സർട്ടിഫിക്കറ്റുകളിൽ അയാൾ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, മറ്റേ കുട്ടി അടുത്ത മതത്തിൽപ്പെട്ട ആളാണ്, ഇയാൾ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണ്, അങ്ങനെ ഞാനും നിങ്ങളും അല്ലെങ്കിൽ അവനും അവരും അവളും ഒക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്, ഡിവിഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യൻ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളൊക്കെ ചെറുപ്പകാലം തൊട്ടേ കണ്ടു വളർന്നതായിട്ടുള്ള ഈ യാഥാർത്ഥ്യമാണ് സത്യം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവരൊരു മതത്തിൻ്റെയോ ഒരു പാർട്ടിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വ്യക്തിയായിട്ട് മാറുകയാണ്.
പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ ഇതിൻ്റെയൊക്കെ ആളായി മാറുന്നു എന്നുള്ളത് ആദ്യം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിൽ നമ്മൾ കൊണ്ട് ഒരു എൻജിനീയറിംഗ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റീകൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി മതത്തിൻ്റെ അടിമയായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഇതുതന്നെയാണ്. യാഥാർത്ഥ്യം, നമ്മുടെ ചുറ്റിനുള്ള കാര്യം, അതിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് അറിയുന്നതിന് മുൻപ്, ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ മതത്തിൽപ്പെട്ട ആളാകുന്നുള്ളൂ, ഈ മതത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, ഈ മതത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ മതവും ഇതാണ് പഠിപ്പിക്കുന്നത് എന്ന് ഒരുത്തനും മനസ്സിലാകണമെങ്കിൽ അവൻ ഓരോ മതത്തിൻ്റെയും ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ആ മതങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓരോ മതവും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം കേട്ടവൻ വിചാരിക്കും ഞാൻ ഈ കേട്ടതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പുറത്തു നിന്ന് പറയുന്നതാണോ ഏതാണ് യാഥാർത്ഥ്യം? അപ്പോൾ ഒരുപാട് ചോയ്സസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. ഈ ചോയ്സസ് ഒന്നും തിരഞ്ഞെടുക്കാതെ തന്നെ നമുക്കൊരു മനുഷ്യനായിട്ട് തീർച്ചയായിട്ടും ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതാണ് സത്യമെന്നുള്ള കാര്യം നമ്മളിലേക്ക് ഇംപ്രിന്റ് ചെയ്യപ്പെടുകയാണ്. കുടുംബം, ആരാധനാലയം, സ്കൂള്, ഇതെല്ലാം ഈ സെയിം കാര്യത്തിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഈ മതങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഭയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പാപബോധം ഉള്ളത് നല്ലതാണ്, മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ എത്തിക്സ് ആൻഡ് മൊറാലിറ്റിയിൽ ജീവിക്കാൻ. അതിന് മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാനിവിടെ മുന്നോട്ട് വെക്കുകയാണ്. മറ്റുള്ളവൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് എമ്പതറ്റിക്കലായിട്ട് അയാളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് എനി റിലീജിയൻ നിങ്ങൾക്ക് എമ്പതറ്റിക്കായിട്ടിരിക്കാൻ സാധിക്കും, നിങ്ങൾക്കൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടിരിക്കാനും സാധിക്കും. അപ്പോൾ ഈ പാപബോധം, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ പാപിയാണ്, ജന്മപാപമുണ്ട് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ പിന്നീടുള്ള പ്രവർത്തികളാണ് അവനെ പാപിയായിട്ട് മാറ്റുന്നത് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. മറ്റുള്ളവനെയോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ ഹർട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വരുത്തുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് തൽക്കാലം പാപമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ തെറ്റെന്ന് വിളിക്കാം. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്ന ഒരു പദപ്രയോഗം എന്ന് പറയുന്നത്. അവിടെ ആ ഡൂസിനെയും ഡോൺസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു ആധുനിക സമൂഹത്തിൽ നമുക്ക് ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ നിയമമാണ് ആവശ്യം. നമ്മുടെയൊക്കെ നാട്ടിലെ നിയമം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, തത്വചിന്തകരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുക, ജനപ്രതിനിധികൾ, ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൽ വിപ്ലവകരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ വലിയ മാറ്റങ്ങളുടെ സമയം അനിവാര്യമായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു വന്നത് ഭയം അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഞാൻ ഈ മതം പഠിപ്പിച്ച രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പഠിപ്പിച്ച രീതിയിലുള്ള ചടങ്ങുകളും ചിട്ടവട്ടങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ, അതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം യഥാർത്ഥത്തിലുണ്ടോ? അപ്പോൾ ഈ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം സൃഷ്ടിച്ച ഇത്രയും ഹയർ ഇൻ്റലിജൻസ് ഉള്ള, ഇത്രയും ഹയർ കോൺഷ്യസ്നെസ് ഉള്ള, ഇത്രയും ശക്തനും അല്ലെങ്കിൽ വിശാലവുമായിട്ടുള്ള ആദ്യവും അനന്തവുമാണെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. അത്രയും ബൃഹത്തായിട്ടുള്ള ദൈവമെന്ന് പറയുന്ന ആ ഒരു സംഗതി, അതിനൊരു പേഴ്സോണിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് മതങ്ങൾ പറയുകയാണ്, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്ക് ഗുണമില്ല, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും, നീ ഓരോ തവണയും ഇങ്ങനെ ചെയ്യുന്നത്, പാപത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മതപരമായിട്ടുള്ള റിച്വൽസ്, ചടങ്ങുകൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം അതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് അതിനുള്ള ഫലം പരലോകത്ത് കിട്ടും. അപ്പോൾ ഈ പരലോകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നത് മതങ്ങൾ പലതും സ്വർഗ നരകങ്ങളുടെ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ സ്വർഗം എന്ന് പറയുന്ന അവസ്ഥ നല്ല സുഖകരമായിട്ടുള്ള അവസ്ഥ, എന്നാൽ നരകം എന്ന് പറയുന്ന അവസ്ഥ ചിലപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കും, ചിലപ്പോൾ തീയിലിട്ട് ചുടും, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കും, മുളക് പൊടി വരട്ടും, ഇങ്ങനെ പാപം ചെയ്ത ആളുകൾക്ക് ശിക്ഷ കിട്ടുന്നതിനുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് പിശാചാണെന്നൊക്കെ ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ശക്തികളെക്കുറിച്ചൊക്കെ മതങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടുമോ എന്നൊക്കെ പേടിച്ചിട്ട്, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഭൗതിക ശരീരം നമ്മുടെ മരണത്തിന് ശേഷം നശിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഭൗതിക ശരീരത്തിൽ ഒരു ആത്മാവുണ്ടെങ്കിൽ അതൊരു എനർജിയാണ്.
ആ എനർജി പുറത്തേക്ക് പോകുമ്പോൾ അതിന് ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥ അതിൽ ഒരു വളരെ കോംപ്ലക്സ് ആണ്. എനർജി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫിസിക്കൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്ലെയിനുകളുണ്ട്, പല മാനങ്ങളുണ്ട്, എതറിക് പ്ലെയിൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഈ നെക്സ്റ്റ് പ്ലെയിനിലേക്ക് വരുമ്പോൾ അവിടെ പെയിൻ ഉണ്ടോ, ഭൗതികമായിട്ടുള്ള പെയിൻ നമുക്കവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്പിരിച്വൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ നമുക്കതില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അവിടെ സ്പിരിച്വൽ പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ മെൻ്റൽ പെയിൻ ഉണ്ടെന്ന് വേണേൽ പറയാം. കാരണം ഒരു മെൻ്റൽ റെലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഈ റെലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് ഒരുപാട് വീഡിയോകളിൽ കൂടെ വളരെ വിശദമായി സംസാരിച്ചുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ഈ മരണശേഷം ഭൗതിക ശരീരം നശിച്ചു പോകുന്നു. പക്ഷേ ഈ മതങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഭൗതിക ശരീരത്തിന് ഏൽക്കുന്ന ശിക്ഷകൾ എന്നുള്ള രീതിയിലാണ് പലതും വിശദീകരിച്ചിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ചിലർ സ്വർഗത്തിൽ പോവും, ചിലർ നരകത്തിൽ പോവും, ചിലർ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും, ചിലർ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. അപ്പം മനുഷ്യൻ അവൻ്റെ എക്സിസ്റ്റൻസ് അതിൻ്റെ അവസാനത്തിന് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ മരണത്തിന് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനെ പരലോകത്ത് കിട്ടുന്നതായിട്ടുള്ള സുഖങ്ങൾ അന്വേഷിച്ചിട്ട് മതത്തിന് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്നതായിട്ടുള്ള വ്യക്തികളെക്കുറിച്ചും നമ്മൾ ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തികളൊക്കെ എന്താ ചെയ്യുന്നത്? സാധാരണക്കാരൻ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത നിരപരാധികളെ പോലും ചിലപ്പോൾ കൊലയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ ലോക ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല സമയങ്ങളിലും മതങ്ങൾ എന്ന് പറയുന്ന സംഗതികൾ, മതങ്ങൾക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ എന്ന് പറയുന്നത് വളരെ അധികമാണ്. മതം മാത്രമല്ല, വിശ്വാസ സംഹിതകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ചില രീതിയിലുള്ള ചില ഫിലോസഫികൾ, ഇതൊക്കെ മനുഷ്യനെ വർഗീകരിച്ചുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ തന്നെ വളർച്ചയെ പതിറ്റാണ്ടുകൾ പുറകോട്ടടിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ 2025 നിന്ന് 2026 പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ആധുനികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ടെക്നോളജികളുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ സമയത്ത് ഈ മതങ്ങളുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് പുതിയ തലമുറ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറ മാത്രമല്ല, എൻ്റെ വീഡിയോ കേൾക്കുന്ന ഏത് വ്യക്തികൾക്കും തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ മതപരമായിട്ടുള്ള ഒരു റിച്വൽ ചെയ്തില്ല എന്ന് കരുതി ശിക്ഷിക്കാനിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ ഒരു വളരെ ചുരുങ്ങിയ ഇടുങ്ങിയ മനസ്സുള്ള ഒരു അല്പബുദ്ധിയാണോ ഈ വിശാലമായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത്? ഈ ദൈവം ഇതൊക്കെ നോക്കിയിരിക്കുകയാണോ? യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പറയുന്നത് ഈ സോഴ്സ് ആണ്. ആ സോഴ്സിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ട് നമുക്ക് എത്തിക്സ്, മൊറാലിറ്റി ഒക്കെ ആവശ്യമാണ്. പാപം അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകൾ ഇല്ലാതാകുക എന്നുള്ളതാണ്. ഏതെങ്കിലും ദൈവം തനിക്ക് വേണ്ടി സ്വയം ചാകാനോ മരിക്കാനോ കൊല്ലാനോ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ദൈവമാണോ അതോ നെഗറ്റീവായിട്ടുള്ള ശക്തികളാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ശക്തിയാണോ പിശാച് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ രണ്ട് വടംവലികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടോ? ഇനി ദൈവത്തിനപ്പുറത്തേക്ക് ഏലിയൻസ് ഉണ്ടോ? ആക്ചൂറിയൻസ് ഉണ്ടോ? ഏലിയൻസിൻ്റെ പല വിഭാഗങ്ങളിൽ ഒരു പോസിറ്റീവ് വിഭാഗമാണ്. അതുപോലെ തന്നെ റെപ്റ്റീലിയൻസ് ഉണ്ടോ? അതിൻ്റെ ഉപവിഭാഗങ്ങളുണ്ടോ? ലോകത്തിൻ്റെ ഗതിയെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ദൈവത്തിനപ്പുറത്തേക്കും പിശാചിനപ്പുറത്തേക്കും അന്യഗ്രഹജീവികൾക്കപ്പുറത്തേക്കും മനുഷ്യൻ, എലൈറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് പണമുള്ള ശക്തികളാണോ, പവറുള്ള ശക്തികളാണോ, ഇത്തരത്തിലുള്ള മനുഷ്യ ശക്തികൾ തന്നെയാണോ ലോകത്തിനെ നിയന്ത്രിക്കുന്ന? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എമ്പതി ഉണ്ടാകുക എന്നുള്ളതാണ് പുതിയൊരു ജനറേഷൻ്റെ ആവശ്യം എന്നുള്ളത്. മറ്റുള്ളവൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരുത്തൻ്റെ വികാരത്തിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് അത് പെരുമാറാനും അഡ്രസ്സ് ചെയ്യാനായിട്ടും ഉള്ളതൊരു കഴിവ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആധുനിക മനുഷ്യൻ ഉണ്ടാകുന്ന സമയത്ത് അവൻ പോലും അറിയാതെ അവൻ മതത്തിനപ്പുറത്തുള്ളൊരു ആത്മീയതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലോകത്തേക്ക് അതിൻ്റെ സഞ്ചാരം ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോകളിൽ കൂടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് മതത്തിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണം. ഓരോ മതത്തിലുള്ള വ്യക്തികളും നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലെ ഓരോ കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് മതഗ്രന്ഥങ്ങൾ മനുഷ്യന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തികളെ ദൈവമായിട്ട് ആരാധിക്കേണ്ടതുണ്ടോ? ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ ഏതെങ്കിലും ഒരു നാമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ലോജിക്കലി നമുക്ക് ദൈവത്തിനെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ ഓർ കളക്റ്റീവ്ലി ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളതും
നമുക്ക് ആ ഒരു ഫ്രീക്വൻസി, വൈബ്രേഷൻ, എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പാത്തിൽ എങ്ങനെ നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആധുനികമായിട്ടുള്ള അവസ്ഥയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്നത്തെ മതങ്ങളെ നമ്മൾ പ്രാചീന കാലത്തെ പ്രാകൃതമായിട്ടുള്ള ഗോത്രങ്ങളെയും ആചാരങ്ങളെയും നോക്കിക്കാണുന്നത് പോലെ ഇന്നത്തെ മതങ്ങളെയും ആചാരങ്ങളെയും ഭാവിയിലെ ഒരു തലമുറ തീർച്ചയായിട്ടും നോക്കിക്കാണും എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ്റെ എവല്യൂഷൻ, അവൻ്റെ വളർച്ച തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മതങ്ങൾക്കപ്പുറത്തേക്ക് കൊടുക്കുക എന്നുള്ള സന്ദേശം ആ ഒരു ഉദ്യമവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെ സന്ധിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കുക. നമസ്കാരം.